എന്റെ മാലാക കുട്ടികളെ. പിന്നെ മാലാക കുട്ടികളാ അങ്ങനെയല്ല കരുതണേ. എനിക്ക് ചെറുത്താനും കുട്ടികളെ വിളിക്കരുത്. അത് അമ്മ എന്നെ വിളിക്കണല്ലേ. അല്ലതോ കുട്ടി എന്നെ മാലാക കുട്ടികളെ എന്ന് പള്ളി പോയില്ലേ. അഞ്ചലല്ല ഏഞ്ചല്. ഏഞ്ചല്. അപ്പൊ എന്നാ ഉണ്ട് മാലാക കുട്ടികളെ, സുഖാണോ? സുഖാണോ? ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം മറക്കല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവരും വൈകി എണീച്ചോ, കാരണം രാത്രി നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയായിരുന്നു. അപ്പൊ രാത്രി എത്ര മണിക്ക് എത്തി? 2 മണിക്ക് എത്തിയല്ലേ? 2 മണിക്ക് എത്തി. അപ്പൊ നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരമായി എണീച്ചിട്ട് 10 മണിയായി. അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഡെയിലി നോർമൽ വ്ളോഗ്. അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ ഇടിയപ്പം മുട്ടക്കറി. 12 മണി ചോറുള്ള സമയമായി. ശരിക്കും എനിക്ക് രാവിലെ അങ്ങ് പണികൾ കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല. മടിയാണ് നിനക്ക്. രാവിലെ എണീച്ചാണോ? 8 മണിയായി. 8 മണി വിളിച്ചു. ശരിക്കും എന്താ അറിയോ, രാവിലെ എണീക്കുമ്പോ നമുക്ക് ഉഷാറാവും, പെട്ടെന്ന് പണികൾ കഴിയും. 9 മണി 10 മണി ആവുമ്പോ പിന്നെ മടി വരും. എനിക്ക് അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ ഇടിയപ്പമാണ് ഗൈസ് ഉണ്ടാക്കണത്. ഇത് അമ്മ എന്നോടുള്ള ദേഷ്യത്തില് ഉരുട്ടിയിട്ടാട്ടോ. അതങ്ങനെയാണ്. എന്റെ കണ്ണും മൂക്കത്തിൽ ഉണ്ട്. അതെ ഇന്നെന്താ പരിപാടി? ഇന്ന് എന്റെ പരിപാടിയുടെ വീട്ടിൽ സാധാരണ എല്ലാ ദിവസത്തെ പോലെ നമുക്കൊരു ദിവസം ഇപ്പൊ ലീവ് കിട്ടിയതാണ്. ഇന്ന് ലീവല്ല, സൺഡേ ആയതുകൊണ്ട്. ഓക്കെ, സോയിക്കുട്ടി ഇവിടെ വന്നിട്ട് രാവിലത്തെ മോർണിംഗ് ഫുഡ് ഉണ്ടാക്കാൻ ഏറ്റവും പാടായതാ. ഏറ്റവും പാട് ഇടിയപ്പം. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇത് പുതിയ മേടിച്ചിട്ടുണ്ട്, ന്യായം മേടിച്ചിട്ടുണ്ടോ? ഒട്ടവേലി. ഒട്ടവേലി ഇതാട്ടോ. ഇപ്പൊ കുറു 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 വരും. ഇതിനെന്താ പറയണം പറ്റി? ശിവനാഗി. ഇതിന്റെ പേരെന്താണ്? സേവനാഴി. അമ്മക്ക് സ്റ്റിക്കർ ഒക്കെ പുനസ് എടുക്കുന്നുണ്ടല്ലോ. കണ്ടുപടി, അതാണ് പെണ്ണുങ്ങള് ക്യൂട്ട്നെസ് അല്ല. ഓ എന്താ ക്യാറ്റാ കാണിച്ചേ? ഹോംവർക്ക് ഉണ്ടിട്ട് ഇന്ന് ചെയ്യണം. പലഹാരം കണ്ടുപിടിച്ച ആൾക്കാരെ അല്ലെ, ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നേന്ന്. നമ്മുടെ പിടി ഉണ്ടാക്കണതോ എന്താ? എനക്ക് ഇത് ഇഷ്ടാവും, കുഞ്ഞി കുഞ്ഞി ഇഷ്ടം. എനിക്ക് പക്ഷേ പിടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരെ അല്ലേ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചതേ. പിടി പിടിയാണേലും എല്ലാ പലഹാരങ്ങളാണല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച ആൾക്കാരുടെ ഒരു അന്നത്തെ അവസ്ഥ നോക്ക്. നമ്മള് പണ്ടത്തെ ഫുഡുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മള് വെറൈറ്റികളൊന്നും ഉണ്ടാക്കുന്നില്ല. പണ്ടത്തെ അപ്പം പുട്ട് ഇടിയപ്പം ഒക്കെ നമ്മള് കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം. അതാ ഞാൻ പറഞ്ഞത്, കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം. ശരി. അന്നത്തെ കാലം ഈ പട്ടിണിയൊക്കെ ഇതായതോട്ട് ഉള്ളതിന് എന്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ചിന്തയായിരിക്കും. പണ്ടേ ആൾക്കാർ അങ്ങനെ അവർക്ക് മനസ്സിലൊരു ചിന്ത വന്നു. അവരുണ്ടാക്കി അവര് ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇപ്പോഴും ചെയ്തതായിട്ടൊന്നും ഞാൻ കണ്ടുപിടിച്ചില്ലേ. അപ്പം ഇടിയപ്പം പുട്ട്. സോയിക്കൂടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ മൊമോ നൂഡിൽസ്. പിന്നെ എന്തുവാ രാവിലെ ഇല്ല മൊമ്മോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മൊമയാണ് തന്നെ വരും. രാത്രി ഉടക്കം ബാലൻസ് ഉണ്ടെന്നോ അത് കഴിക്കും. അപ്പൊ ഞാൻ ആരും വീടെടുക്കും. കണ്ണടക്കി വീടെടുക്കാൻ പറ്റും. ഓക്കെ, കണ്ണടക്കി. എന്റെ അമ്മേ, എന്താ സർപ്രൈസ് ആണ് ഇത്? വേഗം തായോ. ഇതെന്താണ്? ഓപ്പൺ ചെയ്യാനാ? കൊച്ചു നീ ഓ ഐ ലവ് മൈ മദർ Sanom, Nancy, Alex, Maeve, Alina, Binoy, and May. I love you, mother. Sanom, lecture, Alex, Nancy, Maeve, Alina, Binoy, Elkuti, Mummy, Roy. അടുത്ത പുതിയ അല്ലേ? വേണ്ട അല്ലെങ്കിൽ മറക്കില്ല. വേണ്ട
തിന്നോ? ഞങ്ങളുടെ ഇവിടെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഞാനുണ്ടല്ലോ നമുക്ക് ഫുഡിന്റെ പ്രശ്നം കൊണ്ടല്ല എന്നാ പോലും ഇവിടങ്ങളിലൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല. എന്നിട്ട് ഈ നേരെ അവിടെ കാണുന്ന വീട്ടിൽ അടയ്ക്കയുടെ കച്ചവടം ഉണ്ട്. അടയ്ക്ക അവര് കുറേ സ്ഥലത്ത് ആ ചേട്ടൻ അവലിപ്പം മരിച്ചു കുറേ സ്ഥലത്ത് അടയ്ക്കകൾ അയാൾ വാങ്ങിച്ച് അയാളുടെ വീട്ടിൽ കൊണ്ടിട്ട് ഉണക്കി അത് പൊട്ടിച്ചു കൊടുക്കും. എന്നിട്ട് ഞാനും പോകും പൊട്ടിക്കാനായിട്ട്. നമുക്കതൊരു ഇൻട്രസ്റ്റ്. എല്ലാ പിള്ളേരുകളും വരൂടെ, അപ്പൊ നമ്മളും പോകും. എന്നിട്ട് പൊട്ടിച്ചിട്ട് പൈസ കിട്ടും. എത്രയാ 1 കിലോത്തിന് എത്രയാ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് 10 അങ്ങനെയാണ് കിട്ടുന്നത്. അന്ന് 1 കിലോ നമ്മൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണക്ക ഇതാ. അപ്പൊ പൊട്ടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് അവിടെ, ചുറ്റികയുണ്ട്, അതിന്റെ ഇത് വെക്കുന്ന ഒരു സാധനമൊക്കെ അപ്പോൾ ആ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പോയിരുന്നു, കുറേ ആൾക്കാരുകൾ പോയിരുന്നു അടയ്ക്ക പൊട്ടിക്കുക. എന്നിട്ട് ആ പൈസ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെരുപ്പ് വേണമെന്നുണ്ട് 20 രൂപ അപ്പച്ചന്റെ കൊടുത്തു. ഞാൻ എനിക്ക് ചെരുപ്പ് മേടിച്ചിരുന്നു. എന്റെ അപ്പച്ചന് അന്നൊന്നും ആരും ചെരുപ്പിടൂല, മനസ്സിലായോ? പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ ചെരുപ്പൊന്നും ഇല്ലല്ലോ, നടന്ന് ചെരുപ്പൊന്നുമില്ല, നടന്നില്ല. അന്ന് എല്ലാ പിള്ളേരും അങ്ങനെയാ, നമ്മൾ മാത്രമല്ല എല്ലാവരും ചെരുപ്പിടാതെ പോകുന്നത്. പണ്ടത്തെ സ്കൂളിൽ പോകുന്ന ബാഗ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനത്തെ കവറില് ഇത് ഇടും, പിന്നെ ഇങ്ങനെ വെച്ചിട്ട് പോകും. ഈ പ്ലാസ്റ്റിക് കവറിലോ കുറച്ച് വലുതാണ്ടല്ലോ ആ സമയത്ത്, ഇത് കുറച്ച് വലുതാ, അതിലിടും. പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോകും. ബാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ബാഗ് ഇതൊക്കെ വെച്ചേക്കുമ്പോ ഞാൻ ലക്കി കേട്ടാൻ പറ്റി. നമുക്ക് ബാഗ് എങ്ങനെ ഉണ്ടായി അവിടങ്ങളിലുള്ള ഏരിയയിൽ അങ്ങനത്തെ അവിടെ അങ്ങനത്തെ ഒരു രീതി. അപ്പൊ നമ്മുടെ സോയിക്കുട്ടി എന്താ ഈ എന്താ എനിക്ക് അങ്ങനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ വീട്ടില് കാശ് ഉണ്ടായിരുന്നില്ലേ, അത് കാരണം. പിന്നെ 3 മക്കള്, കവറൊക്കെ ഇട്ട് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, കവറൊക്കെ ഇട്ട് പോണത് 3 മക്കള്. അപ്പൊ അമ്മ മാത്രം ഈ നമ്മ ഈ തൊഴിലുറപ്പ് പണി, ഈ കൂലിപ്പണി പോയി. അതല്ല മറ്റേത് പറഞ്ഞ എന്താ, നിന്നെ പ്രസവിക്കാൻ പോയില്ലേ, അപ്പൊ അത് താല്പര്യമില്ലെന്നല്ല പറഞ്ഞായിരുന്നു. ആ അമ്മ 2 പിള്ളേർ, അമ്മ പറഞ്ഞു കേട്ടോ, 2 പിള്ളേർ ചേച്ചി ചേട്ടനായി കഴിഞ്ഞപ്പോ അമ്മ ഇത് നമുക്ക് ഇത് പറയൂലേ, സ്റ്റോപ്പ് ചെയ്യൂലേ. ഈ ആ സമയത്ത് ഇലക്ട്രിക് അങ്ങനത്തെ എന്താ ഉണ്ടോ പറഞ്ഞു, ഒരു നോർമൽ ഓപ്പറേഷൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. മറ്റേ വേറെ ടൈപ്പ് എന്താ അങ്ങനെ ഉണ്ടാവുകയാണ് അറിയില്ല. അപ്പോ അത് ബേബി സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി പോയി സ്റ്റോപ്പ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആയി പറഞ്ഞു. അപ്പൊ ചില സമയത്ത് ഉണ്ടാവും അല്ലേ, അത് കറക്റ്റ് ചെയ്യാത്തോണ്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പൊ ഞാൻ അമ്മക്ക് വയറ്റിലുണ്ടാകുന്ന സമയത്ത് അപ്പൊ അമ്മ ആ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, ഫുഡ് തിന്നാനും ബുദ്ധിമുട്ട്, പിള്ളേർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ ഹോസ്പിറ്റൽ പോയി, ഞാനൊക്കെ ഈ കൊച്ചു വേണ്ട അബോർഷൻ ചെയ്യാനും പറഞ്ഞു. അപ്പൊ അവിടത്തെ സിസ്റ്റർ പറഞ്ഞു, ആയി പോയി കളയല്ലേ പാവല്ലേ പറഞ്ഞു. അപ്പൊ അമ്മ വീണ്ടും തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആയി അങ്ങനെ. അല്ല അത് കിട്ടിയപ്പോ പറഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാക്കി ആയി കഴിഞ്ഞ അപ്പ പറഞ്ഞു, ഞാൻ ജനിച്ചു കഴിഞ്ഞാ പിന്നെ വീട്ടില് കുറച്ച് ഐശ്വര്യം കിട്ടി. ആ ഐശ്വര്യമാണ് ഞങ്ങളുടെ വീട്ടില് അല്ല വെച്ച് സത്യം. ആ ഐശ്വര്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം വെച്ചാ മുമ്പ് നമ്മുടെ ഫാമിലി കുറച്ച്, കാരണം വെച്ചാൽ ഞാൻ അമ്മ അങ്ങനെ അത്രയ്ക്ക് എടുക്കൂലായിരുന്നു. കാരണം ഞാൻ വെച്ചാൽ വീട്ടില് മറ്റേ പ്രശ്നങ്ങളൊക്കെ പണ്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എനിക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ജോലി സ്ഥലത്ത് അയക്കും. പക്ഷെ ഇവള് വന്നപ്പോഴാണ് ഞങ്ങളെല്ലാരും ഇങ്ങനെ എല്ലാവരും കൂട്ടുകൂടി താമസിക്കാൻ തുടങ്ങിയത്, മനസ്സിലായോ? പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് ഐശ്വര്യം. ആ ഐശ്വര്യമാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു ഞാൻ കിട്ടൂല, കിട്ടൂല അല്ലേ? ആ അതെ, പൊന്നത്തിന്റെ പല്ല് ഇത് പറഞ്ഞു വേണം ഗൈസ് കണ്ടത് പല്ല്. അല്ല 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 പൊന്നിച്ച, ഇത് പൊന്നിച്ച എന്താ പറഞ്ഞ ഈ പല്ല് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ? ഈ പല്ല് എവിടെ പിലോന്റെ? പിന്നെ ടൂത്ത് ഫെയറി. അവരെന്തിനാ വന്നെ? തീറ്റ് നോക്കാൻ വേണ്ടി. അതായിട്ട് എന്തെങ്കിലും ഇട്ട് കോയിനോ 2 കോയിനോ 3 കോയിനോ 4 കോയിനോ 5 കോയിനോ പിന്നെ ടോയോ എന്തെങ്കിലും ഇട്ടു വെച്ചായിരുന്നോ? അപ്പൊ പുനിസാണോ? നാളെ പല്ല് മറ്റേ വീഡിയോ നീ പല്ല് വരയ്ക്കാൻ മുമ്പ് കരയണത്. അയ്യോ തേങ്ങ കുറച്ച് വേണ്ടേ കൊച്ചിനാണെങ്കിൽ കറക്റ്റാണോ?
അവര് വന്നേ പിന്നെയാണ് നമുക്ക് വീട്ടിലൊരു ഉണർവുണ്ടായത്. ഒരു ഓളം. ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും സംസാരിച്ച് എല്ലാവരും ആക്റ്റീവ് ആക്കുള്ളൂ. പക്ഷെ ഇവളിങ്ങനെ നമ്മുടെ വീട്ടില് ഇങ്ങനെ മൊത്തത്തില് ഒരാളുള്ള പോലെ. തണുപ്പൊന്നും കഴിക്കും. പൂർണ്ണസൊക്കെ എന്താ വേണം? അതെ, നമ്മുടെ മുട്ടക്കറി റെഡിയായി, ഇടിയപ്പം റെഡിയായി. ഇതാണ് ഇത് കണ, ഇത് കണ, ഇതുപോലെ ഉണ്ടാക്കണം, ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. അല്ലെന്ന് അമ്മ ഉണ്ടാക്കുമ്പോ തേങ്ങയുടെ ഇത് കാണില്ല, ഇവിടെ ഉണ്ടാക്കുമ്പോ തേങ്ങ കാണുന്നില്ല. കണ്ട എന്താ തേങ്ങ? ഈ തേങ്ങ ശരിക്കും അത് ഉണ്ടായ സംഭവം ഞാൻ പറയാം. ഞാൻ ഇന്നത്തെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തിരിഞ്ഞ് പാത്രം കഴിഞ്ഞു. ഇത് തിളച്ച് കോളായി പിരിഞ്ഞു പോയത്. തിളക്കുമ്പോ പാലുക സംഭവിച്ചു പോയത്. നീ അതിന് എന്റെ അടുത്ത് കുറ്റം പറയുന്നു വേണ്ട. അമ്മേനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു സമയവും നീ പാഴാക്കണ്ട. ഇടയ്ക്ക് അമ്മേനെ സൂചിപ്പിക്കണം, ഇടയ്ക്ക് അവളെ സൂചിപ്പിക്കണം. അല്ല സൂചിപ്പിട്ടിയ അല്ലേ? സൂചിപ്പിക്കുന്ന എന്താണ്? എനിക്ക് എപ്പോഴും നീ അമ്മേനെ പരിഗണിക്കാൻ സ്നേഹിക്കുക, പക്ഷെ നിങ്ങൾ തമ്മിലാണ് കൂടുതൽ അടുക്കേണ്ടത്. അതാണ് ഞാൻ അതാണ് വേണ്ടത്. എന്താ വെച്ചാൽ നിങ്ങൾ തമ്മിൽ വഴക്കില്ലാതെ സന്തോഷമായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് എന്നെ സൂചിപ്പിക്കൊന്നും വേണ്ട. മനസ്സിലായോ? അതെ. അപ്പുകുട്ടൊക്കെ മുട്ടക്കറി ഇടിയപ്പം. അപ്പൊ മെരീന കഴിക്കില്ലേ? മെരീനൊക്കെ അവൾക്ക് എപ്പോ വിശപ്പുണ്ടാവും അപ്പത്തെ കൈ. അത് കൊള്ളാം. നമ്മുടെ വീടിക്ക് പണികൾ എത്ര കായി കാണിച്ചു കൊടുക്കാം അല്ലേ അമ്മേ? കാണിച്ചു കൊടുക്കാം. പിന്നെ അതെ അപ്പുകുട്ട വീണ്ടും നമ്മുടെ ബോഗൻവില്ല ഇങ്ങ് വെച്ചിട്ടുണ്ട്. പണ്ട് വേറെ ചെടി ഉണ്ടായിരുന്നു, ഇപ്പോ ആ ചെടി മാറ്റിയിട്ട് ബോഗൻവില്ല വെച്ചിട്ടുണ്ട്. ഇത് എന്താ കളറ്? പിങ്ക് അല്ലേ? പിങ്ക് കളറ്. അപ്പൊ അതെ നമ്മുടെ പണികൾ കണ്ടോ. ഇത് പുതിയ ഗേറ്റ് ആണ്. അതങ്ങനെയാണ് ചെറിയ പണിക്കൊക്കെ. അവിടെ ചെറിയ പണികൾക്ക് വിളിച്ചു കഴിയുമ്പോഴേ നമ്മുടെ ചെറിയ പണികൾ അവർക്ക് വലിയ വലിയ പണികളുണ്ടാവും. അവരത് ഏറ്റെടുത്തിട്ട് ഈ ചെറിയ പണികൾക്ക് വിളിച്ച ഒന്നാമത്തെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാർ കിട്ടാനില്ല. ഇന്നത്തെ കാലത്ത് മുമ്പത്തെ എല്ലാം ഇങ്ങനെ പൊടികളാണ്. അപ്പൊ വീട് ഇപ്പൊ മൊത്തം പൊടികളുണ്ടോ മേലെ പോയി കാണിച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് കുറച്ച് ടൈൽസ് ഒക്കെ ഇടണം അല്ലേ? ഇതിപ്പോക്കോ ചുന്തരി കോത അപ്പച്ച ഉണ്ടാ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പച്ചക്ക്? അപ്പച്ചനെ പല്ല് കാണിച്ചു കൊടുത്തായിരുന്നോ? വെള്ളമാണ്. അപ്പൊ അതെ നമ്മുടെ റൂം ഇത് ഒറ്റ റൂമാണ്, പക്ഷെ നല്ല വലുപ്പമുണ്ടല്ലേ? ബാത്റൂം ഉണ്ട് ഇതിലൂടെ. പിന്നെ അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ ഇതിലൊക്കെ ടൈൽസ് ഇടണം. അവിടെ നമുക്ക് ഇവിടെ കിടക്കാം. റൂമ് പുന്നസ അവിടെ കിടന്നു കേട്ടോ. എനിക്ക് എന്താണ് അവിടെ ബാത്റൂം. എന്റെ മനസ്സിൽ എപ്പോഴും ഈ റൂം പണിത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് താഴെ പായിട്ട് കിടക്കണം ഒരു ദിവസം അല്ലെ? ഭയങ്കര അത് അങ്ങനത്തെ ഒരു ഇത് നല്ല രസമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് താഴെ. പിന്നെ സീലിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈറ്റ് ഒക്കെ ഇടണം. നമുക്കിവിടെ ഇറങ്ങടാ. ഒറ്റയ്ക്ക് എടുക്കുവോ? ഒറ്റയ്ക്ക് ഇത് ഫ്രണ്ട് പോർഷനും നമുക്ക് ഫ്രണ്ട് പോർഷൻ ടൈൽസ് ഒക്കെ ഇടണം. ഈ മിറ്റത് പിന്നെ പുനിച്ച വീനുമായി അടുത്ത ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ടോ? അപ്പൊ ഇനി വരുമ്പോ ആ ചേട്ടനെ കൊണ്ട് ഇവിടെ പിടിച്ചടിപ്പിക്കണം. അപ്പൊ നമുക്ക് ആഴ കെട്ടാനുള്ള ഒരു സൗകര്യം ചെയ്തു തരാൻ പറയണം. നമുക്ക് വേറെ തുണി ഇടാൻ സ്ഥലമില്ലല്ലോ. സ്ഥലമില്ല. ശരിക്കും അവിടെ ഇങ്ങനെ. പിന്നെ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ ആഴ അങ്ങോട്ടോട്ട് കെട്ടണ്ടേ? നമുക്ക് ഇതേപോലെ ഇത് വെച്ചിട്ട് ഇത് കണ്ട ഇതേപോലെ ഇത് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടണ്ടേ? അപ്പൊ അതിനുള്ള സൗകര്യം ചെയ്തു തരാൻ പറയണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇതൊക്കെ ചെയ്ത് അന്ന് നമുക്ക് നോക്കി കുറച്ചൊക്കെ വീണുണ്ടോ? ഇന്നിപ്പോ നോക്കി നടക്കാൻ പറ്റില്ല. ആകെ ഇത്ര സ്പേസ് അല്ലേ ഉള്ളൂ. നമ്മള് തുണിയൊക്കെ ഇടുമ്പോ താഴേക്ക് പോയാലോ. ആദ്യം പിന്നെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റൂലല്ലോ. ഇതൊക്കെ വാഷ് ചെയ്യണം. ഇതൊക്കെ വാഷ് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ വാഷ് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യണം. ഇതും നല്ല പൊടികളാണ്, നല്ല പൊടിയാ. പണികളൊക്കെ തീരും. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഉണ്ട്. ക്ലീനിങ് ഇഷ്ടംപോലെ നന്നായിട്ടുണ്ട്. ക്ലീനിങ് നല്ല ക്ലീനിങ് ഉണ്ട്. ഒരാള് പണികൾ ഒരാളെ നിർത്തിയാലും ഓരോ ദിവസം ഓരോരുത്തരും നിർത്തിയാലും 2 ദിവസമൊക്കെ ഇത് ക്ലീനിങ് ചെയ്യണം. കാരണം ഭയങ്കര പൊടിയാണ്. നമ്മുടെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ചെടികളും കഴിഞ്ഞ വീടൊക്കെ മൊത്തം പൊടികൾ ഇത് കണ്ട ഷീറ്റൊക്കെ ഈ ഷീറ്റൊക്കെ പുതിയ ഇട്ടാണോ? അങ്ങനത്തെ കാര്യങ്ങൾ ഇന്നത്തേക്ക് കാര്യങ്ങൾ എത്രയാണ്.
പിന്നെ ബാക്കി എന്താ ചെയ്യും, ഉച്ചക്കൊക്കെ വീണ്ടും ഫുഡുണ്ട്. ഇപ്പോൾ രാവിലെ ചായ കഴിഞ്ഞു, വീണ്ടും നമുക്ക് ഉച്ചക്കൊക്കെ പിന്നെ ചോറ് കറി കനിയൊക്കെ തീറ്റ അല്ലേ, തീറ്റ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ദിവസം എത്രയാണ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.